ഈ ഫ്രെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലിപ്പിങ്സിനും ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതും എന്നെ വളരെയധികം ഒരൊറ്റ ദിവസത്തിൻ്റെ പരിചയത്തിൽ മാത്രം സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള കഥകളാണ്. പൊന്നൂനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും എന്നെ ആക്ച്വലി അറിയാവുന്നത് വെറും ഒരു ദിവസത്തിൻ്റെ പരിചയത്തിൽ മാത്രമാണ്. തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുമായിട്ടൊന്നും സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എക്സാമും അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ പല പല പ്രശ്നങ്ങളും ഏറ്റവും വേഴ്സ്റ്റായിട്ട് ലൈഫിൽ കടന്നു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ കൂടിച്ചേർന്ന് വന്നിട്ടുള്ള കുറേ നാളുകളായിരുന്നു ഈ കഴിഞ്ഞു പോയതൊക്കെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കണോ എന്നറിയാൻ പറ്റാതെ സ്റ്റക്കായി പോയ ഓരോ രാത്രികളും കരഞ്ഞു തീർത്ത ഓരോ മണിക്കൂറുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എൻ്റെ മനസ്സിലൊരു ആവലാതിയാണ് കേട്ടോ. എങ്ങനെയായിരുന്നു ഞാനതിനെയൊക്കെ ഓവർകം ചെയ്തതെന്നുള്ളത്. പക്ഷേ ഇവിടെ കാണുന്ന ഓരോ ലെറ്റേഴ്സിനും ഓരോ കാർഡ്സിനും സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പകരമായിട്ട് അവരാഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞ് റിട്ടേൺ ഗിഫ്റ്റായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി സമ്മാനിച്ചതും. വലിയ കാര്യമായിട്ടൊന്നുമില്ല, അവർക്ക് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അവർക്ക് ഞാൻ ടിക് ടാക്ക് ഒക്കെയാണ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ സിനിമ കാണാൻ പോവുകയും ഫിൽറ്ററിൽ വെള്ളം എടുക്കാൻ പോവുകയും അതേപോലെ തന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കുകയും കോൾഡ് കോഫി ഉണ്ടാക്കുകയും അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിൽ പോയി നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഇതിനൊക്കെ ഉപരി തന്നെയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണെന്നോ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ഒരുപാട് സ്നേഹിക്കാനും ലൈഫിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ പോലും അറിയാതെ എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷമാണോ സങ്കടത്തിലാണോ അവരെന്തൊക്കെയോ പങ്കുചേർന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവിടുത്തെ ഫാമിലി ആയിക്കോട്ടെ അവിടുത്തെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും എന്നോട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോയി എമ്പുരാൻ, പിന്നെ നമ്മൾ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നോർമൽ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫിൽറ്ററിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ഡ് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷം.